CCTV ഫൂട്ടേജ് ഒക്കെ പരിശോധിക്കേണ്ടി വന്നാൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ സാറിന് ഊഹിക്കാമല്ലോ. എന്റെ ഓഫീസിലെ CCTV കംപ്ലൈന്റ് ആണ്. അപ്പോഴോ? അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി തെളിയിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് കാര്യങ്ങൾ അവിടം വരെയൊക്കെ കൊണ്ടെത്തിക്കണമെന്നാണ്. ഇനി സാറിന് നിർബന്ധമാണെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കാം. പക്ഷേ ഇവരുടെ പരാതി അതിനോടൊപ്പം തന്നെ എനിക്ക് അന്വേഷിക്കേണ്ടി വരും. സാറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ കേസ് തിരിയുന്നതെങ്കിൽ സാറിന്റെ ഒഫീഷ്യൽ സ്റ്റാറ്റസിന് വരെ അത് ബാധിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പോരെ? ശരി, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പരസ്യമായിട്ട് എന്നോട് മാപ്പ് പറയട്ടെ. കേസ് വിഡ്രോ ചെയ്യുന്ന കാര്യം ഞാൻ ആലോചിക്കാം. എന്തു പറയുന്നു അപ്പു? എന്താണെന്ന് വെച്ചാൽ വേഗം വേണം. മാപ്പ് പറയും, പക്ഷെ അത് അപ്പോ ആയിരിക്കില്ല. ഈ സാർ പറയും. ഞാനോ? ഞാനെന്തിനു മാപ്പ് പറയണം? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? വാദിയല്ല സാർ, യഥാർത്ഥ പ്രതി തന്നെയാ ഇപ്പൊ പ്രതിയായിരിക്കുന്നത്. ഇങ്ങനെ പരസ്പരം ആരോപണവും പ്രത്യാരോപണവുമായി നിന്നാൽ നമ്മൾ എങ്ങും എത്തില്ല. എപ്പോഴായാലും ഒരു തീരുമാനം ഉണ്ടായാലേ പറ്റൂ. തീരുമാനം ഇതാണ് സാർ, ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഹരിപ്രസാദ് സാർ ഇങ്ങനൊരു കോംപ്രമൈസിന് തയ്യാറാവില്ലായിരുന്നല്ലോ. കേസിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഇവിടെ ഈ സ്റ്റേഷനിലെ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ച് ഹരിപ്രസാദ് സാർ അപ്പുവിനോടും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയോടും പരസ്യമായിട്ട് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ കേസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അഡ്വക്കേറ്റ്സ് ആക്ടിൽ സെക്ഷൻ 24(1)(a) കുറിച്ച് ഞാൻ പറയാതെ സാറിന് അറിയാലോ. പിന്നെ നോട്ടറി പോയിട്ട് പിന്നെ സാറിനൊരു തുക്കട കേസ് പോലും കോടതിയിൽ വാദിക്കാൻ പറ്റില്ല. സന്നദ്ധ വരെ റദ്ദായി പോവും. അതിനുള്ള അവസരം ഉണ്ടാക്കണോ സാറേ? സർ, എന്റെ വ്യക്തിത്വത്തെയും സ്വത്വത്തെ അംഗീകരിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന എന്റെ അച്ഛനായത്. ഈ മനുഷ്യൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നത്. മാപ്പ് പറയേണ്ടത് എന്നോടല്ല, സർക്കാർ കരിഞ്ഞു നൽകിയ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരോട് എന്തുമാകാമെന്നുള്ള സാറിന്റെ ഈ ചിന്താഗതി ഉണ്ടല്ലോ, അത് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരാളോട് പോലും ഇനി ഉണ്ടാവരുത്. ഉണ്ടാവില്ലെന്ന് സാർ ഉറപ്പ് തരണം. അതിനു പറ്റോ? സാർ എന്ത് തീരുമാനിച്ചു? സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇനി ഇത് ആവർത്തിക്കില്ല. എനിക്കൊരു പരാതിയില്ല. അപ്പോൾ ഹാപ്പി ആയില്ലേ? താങ്ക് യു സർ. ഓക്കെ, ശരി സാർ, വാ. എന്താടാ, അപ്പുവിനെ കണ്ടിട്ട് വന്ന ശേഷം നീ ആകെ ഡള്ളാണല്ലോ. അപ്പു നിന്നെ ശരിക്കും വരട്ടിയല്ലേ? അങ്ങനെ ഭീഷണി ലൈനിലൊന്നുമല്ല. എങ്കിലും നമ്മുടെ കാര്യമൊക്കെ അപ്പു അറിഞ്ഞിരിക്കുന്നു. സോ വാട്ട്? ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പെക്ട് ചെയ്തതല്ലേ? മാളുവിന് മുന്നിൽ നമ്മൾ വെച്ച കണ്ടീഷൻസ് ആൻഡ് ഡിമാൻഡ്സ് ഒക്കെ മാളു ആ സ്പോട്ടിൽ തന്നെ അപ്പുവിനെ അറിയിക്കുമെന്ന് നമ്മൾ ഊഹിച്ചതാണല്ലോ. അതല്ല ലീന, ഇന്ന് എന്നോട് പറഞ്ഞതുപോലെ അപ്പു ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മമ്മിക്കും മാളുവിനും മുമ്പിൽ നമുക്ക് അധികകാലം പിടിച്ചേക്കാൻ പറ്റില്ല. എന്റെ മോനെ, നിനക്ക് തോന്നുന്നുണ്ടോ ആ കുട്ടി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമെന്ന്? എങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അപ്പു ഇങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അതിന് മാളു അതിനെ വിട്ടിട്ട് വേണ്ടേ? ഇപ്പൊ അപ്പു നിന്നോട് അങ്ങനെ ഒരു നമ്പർ ഇറക്കിയത് നീ മാളുവിനെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി എന്ത് കോംപ്രമൈസിനും താൻ തയ്യാറാണ് എന്നാ മാളുവിനെ വിട്ട് താൻ ഇങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത് നൈസായിട്ട് നിന്നെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. കൂട്ടത്തിൽ ഇത്തിരി ഇമോഷണൽ ആവുകയും കൂടി ചെയ്താ നീ ഒരു പാവമായതുകൊണ്ട് അതിൽ വീണോളുമല്ലോ. ഏതായാലും അപ്പു മാളു നമ്മളെക്കാളും എടുക്കര. നന്നായിട്ട് അവര് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. താൻ പറയുന്ന പോലെയൊന്നും അല്ല ലീന. ജയിക്കാൻ വേണ്ടി നമ്മൾ മാളുവിന് മുന്നിൽ അങ്ങനൊരു ആരോപണം ഉന്നയിച്ച് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് നേരാ. പക്ഷേ അതിനപ്പുറം അവര് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളതാ സത്യം. എന്നാര് പറഞ്ഞു? അപ്പു നിന്റെ കൈ തൊട്ട് സത്യം ചെയ്തോ? അതോ മാളു നിന്റെ കാല് പിടിച്ച് കണ്ണീരൊഴുക്കി കരഞ്ഞു പറഞ്ഞോ? എന്റെ ജോബൻ, നീ ഇത്രയ്ക്ക് ശുദ്ധനായി പോയല്ലോ.
നമ്മൾ ആരോപിച്ചതുപോലെ അപ്പുവും ആണും തമ്മിൽ സൗഹൃദത്തിന് അപ്പുറത്തേക്ക് വളർന്ന റിലേഷൻ, അത് ഫിസിക്കലി ആയാലും മെന്റലി ആയാലും, അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഈ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കാനും മാളു തയ്യാറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം മടിയില് കനവില്ലാത്തവന് വഴിയില് പേടിക്കണ്ടല്ലോ. പക്ഷേ മാളു ഈ പറഞ്ഞതിനെല്ലാം സമ്മതം മൊഴി കൊടുത്തെങ്കിൽ ഒന്ന് ഉറപ്പിച്ചോ മോനെ, ആ മടിയില് കനവുണ്ട്. മുന്നോട്ടുള്ള വഴിയില് അവൾക്ക് നല്ല ഭയവും ഉണ്ട്. അപ്പൂനേക്കാൾ പഠിച്ച കള്ളിയാണ് നിന്റെ ഭാര്യയെന്ന് ഞാൻ കണ്ണും പൂട്ടി പറയും. അലീന, താനൊന്ന് നിർത്ത്. ഏത് നിമിഷവും ഇങ്ങനെ ചെവിയിൽ ഓതി ഓതി എനിക്കിപ്പോ സത്യം ഏതാ കള്ളം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാതായിരിക്കുക. ഓ, ഭാര്യയെ പറഞ്ഞപ്പോ നിനക്ക് ഇപ്പോഴും വല്ലാതെ പൊള്ളുന്നുണ്ടല്ലോ. എന്താ മോനെ, ഇപ്പോഴും നിനക്ക് അങ്ങോട്ട് തന്നെയാണോ ചായ്വ്? ചായവും ചരിവും ഇനിയിപ്പോ എങ്ങോട്ടാണെങ്കിൽ എന്താ? പരസ്പരമുള്ള വിശ്വാസവും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഒക്കത്തിനും കാരണം നീയാ. അത് ശരി, ഇപ്പൊ എന്നെ കൊറ്റക്കാരിയാക്കി ഭാര്യ വെള്ള പൂശിയെടുക്കാൻ ശ്രമിക്കാണോ? അങ്ങനെയാണെങ്കിലേ ഡോക്ടർ ഒരുപാട് കഷ്ടപ്പെടണമെന്നില്ല. ഈ നാണം കെട്ട ഏർപ്പാടിനെ ഞാനങ്ങ് വിഡ്രോ ചെയ്തേക്കാം. എന്താ, സമ്മതമാണോ? ആ, സമ്മതമാണ്. അങ്ങനെയെങ്കിലും മനുഷ്യന് ഇത്തിരി മനസമാധാനം കിട്ടുമല്ലോ. അപ്പു കിടന്നോ? ഇല്ല, ആകെ സങ്കടത്തിലാ പാവം. ഒന്നും കഴിക്കാനും കൂട്ടാക്കിയില്ല. എത്ര നിർബന്ധിച്ചിട്ടാ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിപ്പിക്കാനായത്? പുറമെ സ്ട്രോങ് ആണെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ അപ്പുവിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടാവും ഗീത. നമ്മളോടത് ഷെയർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും എന്ത് നാടും ആൾക്കാരാ VP ഇത്. വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും നെറുകെട്ട പെരുമാറ്റം ഉണ്ടാവുന്നത് ഇവിടെ മാത്രമാ. വെറുതെ അല്ല അപ്പു എടുത്ത് പോണോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഞാനും അതേക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ഗീത. ഇതുപോലുള്ള ഫ്രോഡുകളാ ഈ നാടിന്റെ യഥാർത്ഥ ശാപം. ആ അമലയും ദക്ഷയൊക്കെ പറയുന്ന കേട്ടിട്ട് ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല. ഇതുപോലുള്ളവരുമായി കോംപ്രമൈസിന് പോവാതെ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോണം. അതൊക്കെ പറയാ എളുപ്പാ. പക്ഷേ അതിന്റെ പുറകെ മെനക്കെട്ട് ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. കോടതിയിൽ വരുമ്പോ വാദി പ്രതിയാവില്ലെന്ന് ആര് കണ്ടു? അല്ലെങ്കിൽ തന്നെ അപ്പുവിന്റെ പേരിൽ എന്നും ഓരോ പ്രശ്നങ്ങളല്ലേ. എന്തൊക്കെയായാലും ഒരു കാര്യത്തിന് എനിക്ക് സമാധാനമുണ്ട്. സ്വയം രക്ഷിക്കാനും പ്രതികരിക്കാനും ഒക്കെ അപ്പുവിന് നല്ല സാമർഥ്യമുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോ ആർക്കായാലും മടുപ്പ് അനുഭവപ്പെടും. പ്രത്യേകിച്ചും അപ്പുവിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അപ്പുവിനെ മാനസികമായി ബാധിക്കുന്നുണ്ട്. എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ അപ്പുവിനെ ഇവിടെ സർവൈവ് ചെയ്യാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും തോന്നുന്നു. അതിലും ഭേദം അപ്പുവിന്റെ ഇഷ്ടത്തിന് വിടുന്ന. VP എന്താ ഉദ്ദേശിക്കുന്നേ? അപ്പുവിനെ ബാംഗ്ലൂരേക്ക് വിടാനോ? അങ്ങനെ ചിന്തിക്കുന്നതാവും നല്ലത്. അതിന്റെ ഒന്നും ആവശ്യമില്ല VP. ഇനി VP കൂടെ അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ അപ്പു പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ എങ്ങനെയെങ്കിലും ആ തീരുമാനം അപ്പുവിനെ കൊണ്ട് മാറ്റാൻ നോക്കുക. അതിനിടയിൽ VP കൂടെ അപ്പുവിനെ പ്രോത്സാഹിപ്പിക്കല്ലേ? ഹലോ ജോബിൻ, നീ എവിടെയാ? വീടെത്തിയോ? ഇല്ല, വീട്ടിലേക്ക് ഞാൻ പോയില്ല. പിന്നിപ്പോ എവിടെയാ? ഞാൻ സിറ്റിയിൽ തന്നെ ഉണ്ട്. അതെന്താ വീട്ടിൽ പോവാത്തെ? തോന്നിയില്ല. അവിടെ ചെന്നിട്ടും ആരെയൊന്നും ബോധിപ്പിക്കാനില്ലല്ലോ. നീ എന്നോട് പിണങ്ങിയിട്ടാണോ ജോബിൻ? പിണക്കോ? എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. അത് നീ വെറുതെ പറയുന്നതാണെന്ന് എനിക്കറിയാം. സോറി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. സോറി ഡിയ. നീ ഒന്നും മനസ്സിൽ വെക്കല്ലേ. പറഞ്ഞില്ലേ, അപ്പോഴത്തെ ഒരു ഇമോഷന്റെ പുറത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ. ഐ എം എക്സ്ട്രീംലി സോറി ജോബിൻ. അലീന, എന്താടോ ഇത്? താൻ എന്തിനാ സോറി പറയുന്നത്?
ആക്ച്വലി ഞാനല്ലേ തന്നെ ഇറിറ്റേറ്റ് ചെയ്തത്. ഞാനാ തന്നോട് സോറി പറയേണ്ടത്. നീ ഇറിറ്റേറ്റഡ് ആവാൻ കാരണം ഞാനാണല്ലോ. ആര് പറഞ്ഞു? ഞാൻ തന്നെ എല്ലാത്തിനും കാരണക്കാരൻ. എനിക്കറിയില്ല അലീന, ഞാനിപ്പോ എന്റെ പോലും കൺട്രോളിലല്ല. എന്റെ ജീവിതവും പ്രൊഫഷനും അങ്ങനെയല്ല, എന്റെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോ. ഏയ് ജോബൻ, ഡോണ്ട് തിങ്ക് സോ. അങ്ങനെയൊന്നും വിചാരിക്കില്ലേ. നിനക്കൊന്നും പറ്റിയിട്ടില്ല, പറ്റുകയില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല ഡിയർ. നീ ഇപ്പൊ കൂടുതലൊന്നും ആലോചിക്കണ്ട. കാർ എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് നാളെ നേരിട്ട് കാണുമ്പോ സംസാരിക്കാം. ഓക്കെ? നീ ടെൻസ്ഡ് ആവണ്ട. ഓക്കെ, സോറി അലീന. ഏയ് ലീവ് ഇറ്റ് മാൻ. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്ക്. ഒക്കെ നമുക്ക് നേരെ കാണുമ്പോ സംസാരിക്കാം. ശരി, ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, 203 2 ബിയറും കൂടെ വേണം. വേണ്ട, ഫുഡൊന്നും വേണ്ട, ഇത് മാത്രം മതി. മാളു, എന്താ ആന്റി? ജോബിൻ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ലല്ലോ ആന്റി. എന്താ? ഞാൻ 2-3 തവണ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ലല്ലോ. രാവിലെ പോയതല്ലേ, ഇതുവരെ വന്നുമില്ല. ഛേ, എന്റെ കോള് കണ്ടാൽ ഒന്ന് തിരിച്ചു വിളിക്കെങ്കിലും ചെയ്തൂടെ അവന്? അല്ലെങ്കിൽ ഒരു മെസ്സേജ് എങ്കിലും. അയ്യോ ആന്റി, അത് ഞാൻ പറയാൻ മറന്നതാ. ഡോക്ടറിനെ വൈകിട്ട് വിളിച്ചായിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു അവൻ? ഇന്ന് ഹോസ്പിറ്റലില് 1-ലധികം എമർജൻസി കേസുകളുണ്ട്, അതുകൊണ്ട് രാത്രിയിൽ വരാൻ വൈകുമെന്ന് പറഞ്ഞു. ഒരുപാട് ലേറ്റായാ ചിലപ്പോ വരില്ല എന്നും പറഞ്ഞു. കൊള്ളാം. എന്നിട്ട് നീ ഇതിപ്പോഴാണോ പറയുന്നത് മാളു? വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. സോറി ആന്റി, ഞാൻ അപ്പൊ തന്നെ അത് പറയണമെന്ന് വെച്ചതാ. അപ്പോഴേക്കും അമ്മച്ചി എന്നെ എന്തൊരു കാര്യത്തിന് വിളിച്ചു, അതാ പറ്റിയത്. പോട്ടെ, സാരമില്ല. നിന്നെയെങ്കിലും അവനിതൊക്കെ വിളിച്ചു പറയാൻ തോന്നിയല്ലോ, അത്ര ആശ്വാസം. ചില കാര്യങ്ങളിൽ അവൻ ഇങ്ങനെയാ മോളെ. സ്വന്തം ജോലി കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനെന്തും. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. വന്നാൽ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പുസ്തകം എടുത്ത് ഒരൊറ്റ ഇരിപ്പാ. ഹോംവർക്കൊക്കെ തീർന്നു കഴിഞ്ഞിട്ടേ അവൻ പിന്നെ സ്കൂളിലെ വിശേഷങ്ങൾ പോലും എന്നോട് പറയൂ. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ അവൻ അത്രയ്ക്ക് കണിശക്കാരനാ. ആന്റി പറഞ്ഞ ശരിയാ. ഡോക്ടറുടെ കാര്യത്തില് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവന്റെ ഈ സ്വഭാവം കൊണ്ട് മോൾക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട് മാളു. മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല അവൻ അങ്ങനൊക്കെ ചെയ്യുന്നത്. ജോലിയോടുള്ള ആത്മാർത്ഥത കൂടുതലും ഉണ്ടാ. നിങ്ങൾക്കൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോ അവന്റെ ഈ രീതിക്കൊക്കെ ഒരു മാറ്റം വരും. ഇനിയിപ്പോ മാറ്റം വന്നില്ലെങ്കിലും എനിക്കതിൽ പരാതിയൊന്നുമില്ല ആന്റി. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോ ശീലിച്ചു തുടങ്ങി. അത് നിന്റെ നല്ല മനസ്സ്. എന്തായാലും അവന്റെ കാര്യം അറിഞ്ഞല്ലോ. എനിക്കിനി സമാധാനത്തോടെ കിടക്കാം. ആന്റി കിടന്നോളൂ. ഇന്നലെ ഡോക്ടർ വരില്ലെന്നാ തോന്നുന്നേ. എന്നാ നീയും കിടക്കാൻ നോക്കുമോളെ. നേരെ ഒരുപാടായി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഹലോ ജോബിൻ. ആ പറയടാ, എന്തൊക്കെയാ വിശേഷങ്ങള്? വിശേഷങ്ങളോ? നീ എന്താ ഇപ്പൊ ഈ നേരത്ത്? നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എവിടെയാ? ഏതൊരു ഹോട്ടലില്, ഏതൊരു റൂമില്. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. നീ എന്താ ജോബിൻ വീട്ടിൽ പോവാത്തെ? വീട്ടിൽ പോകാൻ തോന്നിയില്ല. അതെന്താന്ന് ചോദിച്ചാ ഐ ഡോണ്ട് നോ. വീട്ടിൽ പോകാനും അവിടെ ഉള്ളവരെ ഫേസ് ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല അലീന. അവരുടെ മുന്നിൽ അഭിനയിച്ച് മതിയായിരിക്കുക. എനിക്ക് വല്ലാതെ മടുത്തു തുടങ്ങി. ജോബിൻ, നീ മദ്യപിച്ചിട്ടുണ്ടോ? യെസ്, മദ്യപിച്ചു. അങ്ങനെ ഡോക്ടർ ജോബിൻ പുതിയൊരു ശീലം കൂടി തുടങ്ങിയിരിക്കുന്നു. കള്ളം പറയാനും അഭിനയിക്കാനും ചതിക്കാനും ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇതായിട്ട് അതിന് മാറ്റി വയ്ക്കണം. സോ അതും തുടങ്ങി. എല്ലാം കൂടി ആവുമ്പോഴേ ജീവിതത്തിനൊരു കളറാവും മോളെ. ഇപ്പൊ ആം ഓക്കെ. എന്തും ചെയ്യാന്നുള്ളൊരു ചങ്കൂറ്റമുണ്ട്. നീ വരുന്ന? നീ ഇപ്പൊ ഏത് ഹോട്ടലിലാ? ആ ഹോട്ടല് ഏതൊരു ഹോട്ടല്, ബാർ അറ്റാച്ച്ഡാ. മദ്യം കിട്ടും ഇവിടെ. എന്താ നിനക്ക് വേണോ? ജോബിൻ, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇനി നീ കുടിക്കരുത് പ്ലീസ്. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാനീ പറയുന്നേ. ഇപ്പൊ തന്നെ നീ ഓവറാ. ആ, അത്ര ഓവറൊന്നുമല്ല. ഓൺലി ബിയർ. അതൊരു 3-4 കഴിച്ചു. കൊള്ളാം. ജോബിൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മദ്യപിച്ചിട്ട് നീ ഇനി ആരെയും വിളിക്കരുത്. ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടക്കാൻ നോക്ക്. പ്രത്യേകിച്ചും മാളുവിനെ വിളിക്കുകയോ മാളു വിളിച്ചാൽ എടുക്കുകയോ ചെയ്യരുത്. ഇനി നീ രാവിലെ ഫോൺ ഓൺ ചെയ്താൽ മതി. ഓക്കെ? ഓക്കെ. ഇനി നീ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ലെന്ന് വേണ്ട. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഹലോ, മാളവികയല്ലേ? അതെ, ഞാൻ ഡോക്ടർ അലീനയാണ്, ജോബിന്റെ ഫ്രണ്ട്. സോറി, എന്നോട് ദേഷ്യത്തിലായിരിക്കും അല്ലേ ഇയാള്? നിങ്ങളോട് ദേഷ്യപ്പെടാനും മാത്രം പരിചയം നമ്മൾ തമ്മിലില്ലല്ലോ. അന്ന് വീട്ടിൽ വന്ന് ഒരിക്കൽ കണ്ടു, പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചും കണ്ടു. എന്താ ഡോക്ടർ, എന്തിനാ എന്നെ വിളിച്ചേ? കഴിഞ്ഞ ആഴ്ച ജോബിൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ കാണാൻ വരുന്നത് മാളുവിന് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് കൂടി ജോബിന് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് തനിക്ക് സെൻഡ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചല്ല. ഇറ്റ്സ് ഓക്കെ. സ്വപ്നത്തിലെ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുമല്ലോ. ഇതും ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടിക്കോളാം. അല്ലെങ്കിൽ തന്നെ ഡോക്ടർ അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ചിത്രം അയച്ചു എന്ന് കരുതി എനിക്ക് നിങ്ങളുടെ സൗഹൃദത്തിൽ സംശയമൊന്നുമില്ല. അത് വെറുതെ. അങ്ങനെ സംശയമില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് ജോബിനുമായി പിണങ്ങേണ്ടി വരില്ലായിരുന്നല്ലോ. നോക്ക് ഡോക്ടർ, ജോബിനുമായി പിണങ്ങുകയോ പിണങ്ങാതിരിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. അതിനെക്കുറിച്ച് ഡോക്ടർ കൺസേൺ ആവണമെന്നില്ല. ഓക്കെ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. മാളവിക അപ്പവുമായി നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോഴാ ജോബിൻ ഇത്രയും പ്രൊവോക്ഡ് ആയത്. ഓ, അപ്പോ അതിനിടയ്ക്ക് ഈ കഥ ഡോക്ടറുടെ കാതിലും എത്തിയല്ലേ? അങ്ങനെ എല്ലാം ഷെയർ ചെയ്യാൻ ഡോക്ടർക്ക് ജോബിനെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട പരിചയമല്ലേ ഉള്ളൂ. താൻ ക്ഷോഭിക്കില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്താ അത്? മാളവിക വിചാരിക്കുന്നത് പോലെ ജോബിന് ഞാനും അയാളുടെ ഫ്രണ്ട്ഷിപ്പ് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ആകസ്മികമായി തുടങ്ങിയതല്ല. ജോബിനെ വളരെ വർഷങ്ങൾക്ക് മുൻപേ എനിക്കറിയായിരുന്നു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ, മെഡിസിൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.